ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിന്റെ വചനം പഠിപ്പാനായിട്ട് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തരുന്ന കർത്താവ് തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വരെയാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാരംഭത്തിൽ ഈ 10-ാം അധ്യായം ഒന്ന് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് 10-ാം അധ്യായം 11 മുതൽ 18 വരെ ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. നമ്മളിവിടെ വായിച്ച വാക്യങ്ങളിൽ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാതെ അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതൊരു റെപ്പറ്റീഷനാണ്. ഓരോ ദിവസവും ഒരു പുരോഹിതൻ പഴയ നിയമത്തിൽ യാഗം കഴിച്ച് പാപങ്ങളെ പരിഹരിക്കാൻ ഒരു ശക്തിയും ഇല്ലാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പിന്നെയും എബ്രായ ലേഖകൻ യേശു കർത്താവ് നൽകിയ യാഗവും മൃഗയാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുന്നത്. ഇവിടെ പറഞ്ഞു വരുമ്പോൾ യേശു കർത്താവിന്റെ യാഗത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ്. യേശു കർത്താവിന്റെ യാഗത്തിലൂടെ അതൊരിക്കലായി അർപ്പിക്കപ്പെട്ട യാഗമാണ്. അതെന്നേക്കും നിലനിൽക്കുന്ന യാഗമാണ്. എന്നാൽ മൃഗയാഗം എന്ന് പറയുന്നത് എപ്പോഴും പുരോഹിതന്മാർ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. മൃഗയാഗം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്നു എങ്കിലും അതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല. അപ്പൊ എത്ര നാള് ആലയമുണ്ടോ അത്രയും നാളും ഈ യാഗവ്യവസ്ഥിതി നിലനിൽക്കണമെന്ന് സംഖ്യാപുസ്തകം 28-ാം അധ്യായം അതിനകത്ത് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 28-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വചനഭാഗത്തിനകത്ത് പറയുന്നു. ഈ ഒരു പ്രോസസ്സിന്, ഈ ഒരു യാഗവ്യവസ്ഥയ്ക്ക് ഒരു അവസാനം ഉണ്ടായിരുന്നില്ല. യാഗവ്യവസ്ഥയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് മനുഷ്യനെ പിന്നെയും തങ്ങളുടെ പാപത്തിനെ കുറിച്ച് ബോധവാന്മാരാക്കുക, കോൺഷ്യസ് ആക്കുന്നതും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് മനുഷ്യനെ കോൺഷ്യസ് ആക്കുന്നതുമായ ഒരൊറ്റ കാര്യം മാത്രമേ യാഗം കൊണ്ട് നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ യാഗം വേറിട്ട് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ യാഗം കൊണ്ട് ഒരിക്കലും ആവർത്തിക്കപ്പെടേണ്ടാത്ത യാഗം, അതിന്റെ ആവശ്യമില്ല. ഇപ്പോ നമ്മള് ഉദാഹരണം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചരിത്രപരമായിട്ട് നോക്കിയാൽ ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ യേശു കർത്താവിന്റെ യാഗത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഇതിനെ പഠിക്കുന്നവർ പറയുന്നത്. ഒരിക്കലും ഇനി ചെയ്യേണ്ടാത്ത യാഗമാണ്, ഒരു മാസ്റ്റർ പീസാണ്. യേശു കർത്താവിന്റെ യാഗം നമ്മളെ കാണിക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ്. ആ മരണത്തിനകത്ത് പോലും ദൈവത്തിന്റെ ഹൃദയം
പൂർണ്ണമായി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. യേശു കർത്താവിനെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഇസ് ലൈക്ക്. ഈ ഭൂമിയിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ ദേ അതുപോലെയാണ്, അല്ലെങ്കിൽ അതാണ് ആ ദൈവം എന്ന് ഒരു നിരീശ്വരവാദിക്ക് പോലും പറയാവുന്ന രീതിയിൽ യേശു കർത്താവ് തന്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം മാനവജാതിയോടുള്ളത് പ്രദർശിപ്പിച്ചു. മറ്റൊരു കാര്യം പറഞ്ഞാൽ, യേശു കർത്താവിന്റെ ജീവിതവും മരണവും ഒരു പൂർണ്ണ അനുസരണത്തിന്റെ, ഒരു തികഞ്ഞ പൂർണ്ണ യാഗത്തിന്റെ യാഗമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് ചിന്തിക്കുന്നത്, നമ്മൾ പറഞ്ഞു ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്ന് പറയുന്നത് അനുസരണമാണ്. നമ്മൾ അബ്രഹാമിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു. അപ്പോ യേശു കർത്താവിന്റെ ജീവിതത്തിനകത്തും മരണത്തിനകത്തും പുറത്തു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനുസരണത്തിന്റെ തികവാണ് ആ ക്രൂശ് മരണത്തിലൂടെ കാണുന്നത്. ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി തീർന്നു. സോ യേശു കർത്താവിൽ ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാട് ആ സമയത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ അനുസരണത്തിന്റെ പൂർണ്ണമായ ഒരു സമർപ്പണവും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്റെ യാഗം ഒരിക്കലും ഇനി തിരിച്ച് ചെയ്യാനായിട്ട് അല്ലെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല. അത്ര തികവുള്ള ഒരു യാഗം ഇനി ആർക്കും കഴിപ്പാൻ കഴിയില്ല. യേശു കർത്താവിന്റെ യാഗം എന്നും എന്നേക്കും നമ്മളെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധിയുള്ളവരാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ 3 കാര്യങ്ങളാണ് യേശു കർത്താവ് ഇവിടെ ചെയ്യുന്നതായിട്ട്, 3 ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് യേശു കർത്താവ് ചെയ്ത 3 കാര്യങ്ങളാണ്. അതാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞ ഏകയാഗം, ഫോർ എവർ എഫക്റ്റീവ്, എന്നേക്കും നിലനിൽക്കുന്ന യാഗം. രണ്ടാമത്തത് യേശു കർത്താവ് ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സ്ട്രെസ്സസ് ദി എക്സോൾട്ടേഷൻ ഓഫ് ജീസസ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം, പുരോഹിതന്മാർ യാഗം കഴിക്കുന്നത് നിന്നുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. ഇപ്പോ പുരോഹിതന്മാരുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സേവകൻ എന്നുള്ള പൊസിഷൻ ആണെങ്കിൽ, ഒരു രാജ പൊസിഷനിൽ, ഒരു രാജ അധികാരത്തിലാണ് യേശു കർത്താവ് ഇരിക്കുന്നത്. തന്റെ മരണം തന്റെ പുനരുദ്ധാനമില്ലാതെ അപൂർണമാണ്. തന്റെ പുനരുദ്ധാനം തന്റെ മഹത്വത്തിലേക്കുള്ള തിരിച്ചുവരവില്ലാതെ അപൂർണമാണ്. ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്ന് യേശു കർത്താവ്, അതേ യേശു കർത്താവ് തന്നെയാണ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത്. ഈ കഷ്ടം അനുഭവിച്ച, ഈ വേദന അനുഭവിച്ച യേശു കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, മഹത്വത്തിൽ തൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പൊ നമ്മുടെ മഹാപുരോഹിതൻ ഇരിക്കുന്നത് എവിടെയാണ്? സ്വർഗസ്ഥനായ പിതാവിന്റെ വലതുഭാഗത്താണ്. അതുകൊണ്ടാണ് നമുക്ക് മധ്യസ്ഥന്മാർ ഇനി ആവശ്യമില്ലെന്ന് പറയുന്നത്. നമ്മുടെ മധ്യസ്ഥൻ ഇരിക്കുന്നത്, രാജസ്ഥാനത്തിരിക്കുന്നത് മഹിമയുടെ വലഭാഗത്താണ്. മഹത്വമുള്ള പിതാവിന്റെ വലതുഭാഗത്ത് നമ്മുടെ യേശു കർത്താവ് എന്ന, നമുക്ക് വേണ്ടി മരിച്ച് ജീവൻ തന്ന കർത്താവ് ഇരിക്കുന്നു. ആ കർത്താവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഇനി മധ്യസ്ഥൻ ഒരുവൻ മാത്രം, യേശു ക്രിസ്തു, ഇനി വേറൊരു മധ്യസ്ഥനില്ല. പാസ്റ്റർ എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥനല്ല. പുരോഹിതൻ, അച്ഛൻ എന്ന് പറയുന്നയാൾ ഒരു മധ്യസ്ഥനല്ല. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റും, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് മധ്യസ്ഥൻ എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ, അത് യേശു കർത്താവാണ്. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ജീവനോടിരിക്കുമ്പോൾ. എനിക്ക് നമ്മുടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ചർച്ചിലെ ഒരാൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ഞായറാഴ്ചയും അവസാനം യോഗം തീരുമ്പോൾ പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാം. പക്ഷേ
മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് മാത്രമാണ്. മൂന്നാമത്തത് യേശു കർത്താവിന്റെ ഒടുവിലെ വിജയത്തെ കുറിച്ചാണ് പറയുന്നത്. തന്റെ ശത്രുക്കളെ, നമ്മളത് വായിച്ചല്ലോ, വാക്യത്തിൽ വായിക്കുന്നത് 13-ാമത്തെ വാക്യം, തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം കാത്തിരിക്കുന്നു. അപ്പോ ഇനി ഒരു കാത്തിരിപ്പിലാണ് യേശു കർത്താവ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുന്നത് വരെ കർത്താവ് കാത്തിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പാടുന്നത്, എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും യേശു മാത്രം കർത്താവ് എന്ന് ഏറ്റുപാടുന്ന ആ മഹത്വത്തിന്റെ ദിവസം, അത് കർത്താവിന് വേണ്ടി കാത്തിരിപ്പുണ്ട്. എബ്രായ ലേഖകൻ അവിടം കൊണ്ട് നിർത്താതെ, നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിനകത്ത് താഴെ ഏറ്റവും അവസാനം 16-ാമത്തെ വാക്യം പറയുന്നത്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഇതൊരു പ്രവചനമാണ്, പ്രവാചക പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 34-ാം വാക്യം പറയുന്നുണ്ട്, ഐ റിമെമ്പർ ദെയർ സിൻ നോ മോർ, ഞാൻ ഇനി അവരുടെ പാപങ്ങളെ ഓർക്കയില്ല. ഈ എബ്രായ ലേഖകന്റെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അത് പ്രൂവ് ചെയ്യാനായിട്ട് പഴയ നിയമത്തിനകത്ത് നിന്ന് ഒരു കോട്ട് എടുക്കുന്നത് തന്റെ ഒരു പ്രത്യേകതയാണ്. യിരെമ്യാ പ്രവാചകൻ 31-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ യിരെമ്യാ പ്രവാചകനോട് ദൈവം അരുളി ചെയ്ത വചനത്തിന്റെ നിവൃത്തി യേശു കർത്താവിൽ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഐ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ. അപ്പോൾ ഇനി ഒരു യാഗം ആവശ്യമില്ല. ഇനി ദൈവം എന്ത് ചെയ്യത്തില്ല, നമ്മുടെ പാപം ഓർക്കുകയില്ല. അതാണ് പുതിയ നിയമത്തിന്റെ, പുതിയ ഉടമ്പടിയുടെ വാക്തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ എൻ്റെ പുറകിൽ എറിഞ്ഞു കളയും, സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് പഴയ നിയമത്തിനകത്ത് ത്രൂ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ യാഗവും യാഗവ്യവസ്ഥയെല്ലാം മനുഷ്യന്റെ പാപങ്ങളെ ഓർപ്പിക്കുകയായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ കർത്താവ് ഒരു വാഗ്ദത്തം പറയുകയാണ്, ഞാൻ ഇനി നിങ്ങളുടെ പാപങ്ങളെ ഓർക്കുകയില്ല. ഇത് ആരിലൂടെയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ യേശു കർത്താവിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. യേശു കർത്താവിന്റെ യാഗത്തിലൂടെ മാത്രമേ ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരാൾക്ക് കഴിയുള്ളൂ. ഈ ഉടമ്പടിയിൽ പ്രവേശിക്കുന്നവരുടെ പാപങ്ങൾ മാത്രമേ ക്ഷമിക്കപ്പെടുന്നുള്ളൂ. പുതിയ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നതല്ല, മറിച്ച് ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചില ക്രിസ്ത്യാനികളെങ്കിലും ചോദിക്കും, പിന്നെ ഞങ്ങളൊക്കെ എന്നാ ക്രിസ്ത്യാനികളല്ലേ എന്ന് ചോദിക്കും. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് പാപങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞ് രക്തത്തിൽ ആശ്രയിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് അതിന്റെ പരസ്യ അടയാളമായിട്ട് സ്നാനപ്പെട്ട്, എന്ന് പറഞ്ഞാൽ ഈ വചനത്തിനകത്ത് ശരിക്കും നമ്മൾ ആ സ്നാനത്തിന്റെ യഥാർത്ഥ വാക്ക് നമ്മൾ മലയാളത്തിലാക്കിയാൽ അത് എഴുതിയിരിക്കുന്നത് ജ്ഞാനസ്നാനം എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജ്ഞാനമുള്ളപ്പോൾ സ്നാനപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ ആലയത്തിൽ കൊണ്ടുപോയി സ്നാനപ്പെടുത്തുകയോ അല്ലെങ്കിൽ മാമോദീസ മുക്കുക എന്ന് പറയും, അങ്ങനെ ചെയ്യാറുണ്ട്. പെന്തക്കോസ്റ്റ് പള്ളികളിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ മുമ്പിൽ കൊണ്ടുപോയി
പാസ്റ്റർമാരെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കാർ, അനുഗ്രഹിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നില്ല. രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത് ഒരുവൻ സ്വന്തം ഹൃദയത്തിൽ വിശ്വസിച്ച് അവന്റെ വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ആ അത് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന നിലയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷിയാകുന്ന നിലയിൽ ആ, പൊതുവായി അതിന്റെ പ്രത്യക്ഷ അടയാളം എന്നോണം സ്നാനപ്പെടുമ്പോഴാണ് ഇത് ആ ഒരു ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് പൂർത്തിയാകുന്നത്. പിന്നെ അടുത്ത സ്റ്റേജിലാണ് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് സുവിശേഷം പറയാനാണ്. ഈ പലരുടെ മേലും ആ, പലരും പ്രാർത്ഥിച്ചിട്ട് അഭിഷേകം കിട്ടാത്തതിന്റെ കാര്യം സുവിശേഷത്തിന് വേണ്ടി അല്ല ഇത് ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നും ഞാൻ ഈ രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ വാക്തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വാക്തത്വമാണ്. മീഖ 7:19 പറയുന്നു, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. മീഖ 7:19. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിന്റെ സകല പാപങ്ങളും കർത്താവ് തമ്പുരാൻ എന്ത് ചെയ്യും? സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. ഈ പണ്ട് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാം. പണ്ട് ഈ കൊലയാളികൾ പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് സമുദ്രത്തിന്റെ ആഴത്തിൽ കല്ല് കെട്ടിയിടും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ എന്ന് പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. അത് നമ്മുടെ പാപം പൊങ്ങി വരാതെ, നമ്മുടെ മുൻകാലത്തിലെ ജീവിതത്തിലെ അശുദ്ധികളും പാപങ്ങളും അകൃത്യങ്ങളും പൊങ്ങി വരാതെ ഇരിക്കാൻ കർത്താവ് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെയും സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയും. ഈ വാക്തത്വം ആർക്കുള്ളതാണ്? പുതിയ ഉടമ്പടിക്കകത്ത് ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ളതാണ്. 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അപ്പോ ഈ വാക്യങ്ങൾക്കകത്ത് യേശു കർത്താവ് ചെയ്ത 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദ ലിവിംഗ് വേ, ജീവനുള്ള പുതുവഴി. 2, ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതൻ. 3, യഥാർത്ഥമായി നമ്മളെ ശുദ്ധീകരിക്കുന്നവൻ. ആ 3 കാര്യങ്ങൾ 19-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. 2, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതൻ. 3, നമ്മളെ യഥാർത്ഥമായി ശുദ്ധീകരിക്കുന്നവൻ, ദ ട്രൂ ക്ലെൻസർ. അപ്പോൾ ഇവിടെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെയെല്ലാം എബ്രായ ലേഖകൻ പ്രായോഗികമായി കൊണ്ടുവരികയാണ്. അദ്ദേഹം പ്രായോഗികമായി കൊണ്ടുവന്ന് പറയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തേതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യേശു കർത്താവ് ജീവനുള്ള പുതുവഴിയാകുന്നു. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കയറുമ്പോൾ കയറേണ്ടത് തിരശീല വഴിയാണ്. ആ തിരശീല എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ശരീരമാണ്. യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ
അപ്പോ യേശു കർത്താവിന്റെ ദേഹമാണ് ആ തിരശീല. അതിലൂടെയാണ് ദൈവസാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളത്. അത് ചിന്തിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്, അതങ്ങനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ. അതിപരിശുദ്ധ സ്ഥലത്തിന് മുൻപ് ഒരു തിരശീല ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കാണാതിരിക്കാൻ, കയറാതിരിക്കാൻ ഒരു തിരശീല. ആ തിരശീല കടന്നു വേണം ഒരു മനുഷ്യൻ ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കാൻ. ഇപ്പൊ യേശു കർത്താവിന്റെ ശരീരം ആണ് ആ ക്രൂശിൽ തകർക്കപ്പെട്ടതോടെ നമുക്കറിയാം, ക്രൂശിൽ യേശു കർത്താവിന്റെ ശരീരം തകർക്കപ്പെടുമ്പോ, മരിക്കുമ്പോ ദൈവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടി വരെ കീറി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോ ആ കീറിയത് അർത്ഥമാക്കുന്നത് അതിലൂടെ ഇന്ന് വരെ അകന്നു നിന്ന മാനവജാതിക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കുള്ള വഴി എന്ത് ചെയ്തു? തുറക്കപ്പെട്ടു. അപ്പോ അതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. യേശു കർത്താവിന്റെ ശരീരം തകർക്കപ്പെടുമ്പോ ആ തിരശീല കീറുന്നത് പോലെ നമ്മളും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന മറ ഇനി മുതൽ എന്തില്ല? ഇനിയില്ല. യേശു കർത്താവിന്റെ ശരീരത്തിലൂടെ, ആ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ നമ്മൾ ദൈവസാന്നിധ്യത്തിലേക്ക് കയറുകയാണ്. അതുകൊണ്ടാണ് ക്രൂശിനെ എപ്പോഴും ധ്യാനിക്കണം എന്ന് പറയുന്നത്. അതൊരു ദൈവസാന്നിധ്യത്തിലേക്ക് കയറുന്നതിന് വളരെ അനുഗ്രഹമാണ്, അതൊരു തുടക്കമാണ്. രണ്ട്, സ്വർഗീയ ദൈവാലയത്തിന്റെ മഹാപുരോഹിതനാണ് യേശു കർത്താവ് എന്ന് പറയുന്നു. 20-ാമത്തെ വാക്യത്തിനകത്ത്, 21-ാമത്തെ വാക്യം, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. ഇത് ഏത് ദൈവാലയമാണ്? യെരുശലേം ദൈവാലയമാണോ? ഇത് യെരുശലേം ദൈവാലയം അല്ല. കാര്യം യെരുശലേം ദൈവാലയത്തിൽ ഈ സമയത്ത് യെരുശലേം ദൈവാലയം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഈ ലേഖനം എഴുതുന്ന സമയത്ത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ മാനുഷികമായ യെരുശലേം ദൈവാലയത്തെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് തോന്നുന്നത്. സ്വർഗത്തിൽ ഉള്ളതിന്റെ നിഴലാണ്, പൊരുളായതിന്റെ നിഴലാണ് ഈ ഭൂമിയിൽ ഉള്ളതെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അങ്ങനെയാണ് മോശയെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃകാ പ്രകാരമാണ് എല്ലാ സമാഗമന കൂടാരങ്ങളും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ചത്. അപ്പോ സ്വർഗത്തിൽ ഒരു ദൈവാലയം ഉണ്ടെന്നുള്ള കാര്യം, യെരുശലേം ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ഭൂമിയിലെ യെരുശലേമിനെ ഒരുപാട് നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ സ്വർഗത്തിലെ യെരുശലേമിലേക്ക് നമ്മുടെ കണ്ണൊന്ന് ഉയർത്തണം. കാര്യം അവിടെ നമുക്ക് സഹായമാകുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. മഹാപുരോഹിതന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാലം ഇടുന്നതാണ്, ഒരു വഴിയായി തീരുന്നതാണ്. അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഒരു വഴി കാണിച്ചു എന്ന് മാത്രമല്ല, ആ പാലം തന്നെ ആരായി തീർന്നു? യേശു കർത്താവായി തീർന്നു. യേശു കർത്താവ് എന്ന പാലത്തിലൂടെ അല്ലാതെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് കഴിയില്ല. 3, യേശു കർത്താവാണ് യഥാർത്ഥമായി നമ്മളെ ശുദ്ധീകരിക്കുന്ന വ്യക്തി. ഈ ദൈവാലയ പുരോഹിത റിച്വലിനകത്ത്, ആചാരങ്ങൾക്കകത്ത് ഈ വിശുദ്ധ സാധനങ്ങളൊക്കെ യാഗം കഴിക്കുന്ന രക്തത്തിൽ നിന്ന് സ്പ്രിങ്കിൾ ചെയ്യപ്പെടുമായിരുന്നു, രക്തം തളിക്കപ്പെടുമായിരുന്നു. ആ വിശുദ്ധ സാധനങ്ങൾ, ആലയത്തിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ ഇവിടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല, പിന്നെ എപ്പോഴും മഹാപുരോഹിതൻ ഒരു തെളിവുള്ള വെള്ളത്തിനകത്ത് കുളിക്കുമായിരുന്നു. ഒരുപാട് പ്രാവശ്യം കുളിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ശുദ്ധിയോടെ നിൽക്കാൻ വേണ്ടി. എന്നാൽ ഇതൊന്നും യഥാർത്ഥ പാപത്തിന്റെ മലിനത നീക്കാൻ ഉണ്ടായിരുന്നതല്ല. യേശു കർത്താവിന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമ്മളെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. തൻ്റെ സാന്നിധ്യത്താലും തൻ്റെ ആത്മാവിനാലും നമ്മുടെ ഏറ്റവും അകത്തെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ചിന്തകളും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വാഞ്ചകളെ പോലും
ശുദ്ധീകരിക്കുന്നത് അത് കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ആത്മാവുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ യേശുവിനെ രക്ഷകനായും കർത്താവായും ദ ലോർഡ് ആൻഡ് ദ സേവിയർ അങ്ങനെ സ്വീകരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യാനായിട്ട് സമർപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, നമ്മൾ ജീവിക്കുന്നത് ഈ മണ്ണുകൊണ്ടുള്ള ശരീരത്തിലായതുകൊണ്ട് ലോകത്തിന്റെ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മനോഭാവങ്ങൾ ഒരുപക്ഷെ സ്വാർത്ഥമായി തീരാൻ സാധ്യതയുണ്ട്. നമ്മുടെ വാഞ്ചകൾ ഒരുപക്ഷെ അശുദ്ധമായി തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കണം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇനിമേൽ നമ്മളല്ല നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും കർത്താവ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നോർത്ത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അവിടെ നമ്മൾ വായിച്ചതുപോലെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടാൻ, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടാൻ പിന്നെയും ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും. അങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്തകൾ, നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങൾ, അതെല്ലാം പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിനുവേണ്ടി സറണ്ടർ ചെയ്ത് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. അപ്പം യേശു കർത്താവ് ചെയ്ത 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ ചിന്തിച്ചു. ജീവനുള്ള പുതുവഴി, ദൈവാലയത്തിന് മഹാപുരോഹിതൻ, യഥാർത്ഥ ശുദ്ധികർത്താവ്. 3 പ്രബോധനങ്ങൾ ഇതിനകത്തുണ്ട്. എബ്രായ ലേഖകൻ പറയുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, ഡ്രോ നിയർ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ് ഒന്നാമത്തത്. 3, മുറുകെ പിടിക്കുക, ലെറ്റ് us ഹോൾഡ് ഫാസ്റ്റ്. 2, മുറുകെ പിടിക്കുക. 3, അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. 25-ാമത്തെ വാക്യം, അന്യോന്യം സൂക്ഷിച്ച് കൊള്ളുക. അപ്പോ ഒന്നാമത് ഡ്രോ നിയർ, അടുത്ത് ചെല്ലുക. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് എബ്രായ ലേഖകൻ പറയുന്നത്. കർത്താവ് ചെയ്തത് നമ്മൾ അവിടെ നിന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ലെറ്റ് us അപ്രോച്ച് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിനകത്ത് നമുക്ക് മടുപ്പുണ്ടാകാനായിട്ട് പാടില്ല. നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് 2 ലോകത്തിലാണ്. ഒന്ന്, ഈ ലോകം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ആൻഡ് ടൈം, ഈ ഒരു സ്പേസും ടൈമും കൊണ്ട് ലിമിറ്റഡ് ആയ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. രണ്ടാമത്തെ ലോകം എന്ന് പറയുന്നത് നിത്യതയുടെ ലോകമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിനകത്ത് ഒത്തിരി ഇൻവോൾവ് ആകുന്നത് കൊണ്ട് മറ്റ് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിത്യലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും ഇല്ലാതെ നമ്മൾ പോകാറുണ്ട്. അപ്പോ ഒരു ദിവസം തുടങ്ങുമ്പോഴും ഒരു ദിവസം അവസാനിക്കുമ്പോഴും ഇടയ്ക്കും എപ്പോഴും നാം ഓർത്തിരിക്കേണ്ട കാര്യം ഈ നിത്യതയുടെ ലോകത്തെക്കുറിച്ച് ഓർത്തിരിക്കണം. ഒരു നിമിഷത്തേക്കാണെങ്കിൽ തന്നെയും ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരണം. നമ്മളിൽ ഒരു ആരാധന ഉണ്ടാകണം. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സഭായോഗത്തെക്കുറിച്ചല്ല പറയുന്നത്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം, ദൈവ സാന്നിധ്യത്തിലോട്ട് അടുത്ത് ചെന്നിരിക്കണം. 3, ലെറ്റ് us ഹോൾഡ് ഫാസ്റ്റ്, മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നഷ്ടമായി പോകരുത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ് കേൾക്കുന്നത് പോലും സാമ്പത്തിക നേട്ടത്തിന്റെയും ലാഭത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ കേൾക്കുന്നു. നമ്മളെ വല്ലാതെ ഉലച്ചു കളയുന്ന അബദ്ധ ചടുലമായിട്ടുള്ള ഉപദേശങ്ങൾ നമ്മൾ ദൈവത്വത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വീണു പോകരുത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉപദേശങ്ങൾക്കകത്ത് നമ്മൾ ഉറച്ചു നിൽക്കാനായിട്ട് ഇടയായിത്തീരണം. 3, അന്യോന്യം സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് നാം മറന്നു പോകരുത്. ഇതൊരു ഒരു രാജ്യമാണ്, ദൈവരാജ്യമാണ്.
പലപ്പോഴും നമ്മൾ സ്വാർത്ഥരായി ക്രിസ്ത്യാനികളായിട്ട് തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ തീരാൻ പാടില്ല. മറ്റുള്ളവരെ കൂടെ സൂക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. സഹോദരപ്രീതി നിലനിൽക്കും എന്നല്ല എന്നെല്ലാം പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിപ്പാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് മൂന്ന് രീതിയിൽ ജീവിക്കണം എന്നാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പരസ്പരം സൂക്ഷിച്ചു, അന്യോന്യം സൂക്ഷിച്ചു കൊള്ളണം. ആം, എങ്ങനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് ചോദിച്ചാൽ, സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ച് കൊള്ളണം. ആം, അതിന് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ കാര്യം നമ്മൾ മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ മാതൃകാപരമായി ജീവിക്കുക. രണ്ട്, വി മസ്റ്റ് വർഷിപ്പ് ടുഗെദർ. നമ്മൾ ഒരുമിച്ച് ആരാധിക്കണം. കൂട്ടായ്മ മുടക്കാനായിട്ട് പാടില്ല. ആം, അങ്ങനെ അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, ചിലർ ചെയ്യുന്നത് പോലെ, 24-ാം വാക്യം, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്ന് പറയുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചിലർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ചില നമുക്കൊരു സാധ്യത ഇതിനകത്തുള്ളത്, നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവാലയത്തിൽ കർത്തൃദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന, ദൈവമക്കളുടെ കൂടെ ആരാധിക്കുന്ന സ്വഭാവം പലപ്പോഴും ഉപേക്ഷിച്ച് കളയുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും മൂന്ന് കാരണങ്ങളാണ് ഒരു സ്കോളർ അതിനെക്കുറിച്ച് പറയുന്നത്. ഒന്ന്, ഒരു കാരണം, ഒരാൾ ചർച്ചിൽ പോകാത്തതിന്റെ, സഭയിൽ പോകാത്തതിന്റെ ഒരു കാരണം പേടികൊണ്ടാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത്, സഭയിൽ പോകുന്നത് കണ്ടാൽ അതൊരു നാണക്കേടാകും എന്നൊരു ചിന്തയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ജോലി ചെയ്യുന്നത്, അവർ ജീവിക്കുന്നത് ഈ വിശ്വാസ സമൂഹത്തെ കളിയാക്കുന്നവരുടെ നടുവിലാകുന്നത് കൊണ്ട് സുഹൃത്തുക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ഭക്തിയെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ നാം മറന്നു പോകരുത്, ഒന്നുകിൽ ശിഷ്യത്വം ഈ രഹസ്യ സ്വഭാവത്തെ കൊല്ലും, ഇല്ലെങ്കിൽ രഹസ്യ സ്വഭാവം ശിഷ്യത്വത്തെ കൊല്ലുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോ രഹസ്യമായിട്ട് അങ്ങനെ തുടരാനായിട്ട് ഒരാൾക്കും കഴിയില്ല. ഒന്നുകിൽ താൻ ശിഷ്യനാണെന്നുള്ളത് ലോകമറിയും, ഇല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തിൽ തുടർന്നാൽ അവൻ ശിഷ്യനല്ലാതായിട്ട് മാറാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ കാരണം, പല ആളുകളും പണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിലേക്ക് ഇറങ്ങാൻ ആളുകൾ മടിച്ചിരുന്നത്, ജാതി പറഞ്ഞു, ഓ അവൻ എന്നെ പോലല്ല, അവൻ എൻ്റെ കാസ്റ്റിൽപ്പെട്ടവരല്ല, എൻ്റെ ജാതിപ്പെട്ട ആളുകളല്ല എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ മുൻപിൽ അങ്ങനെ ജാതി വർണ്ണ വ്യത്യാസങ്ങളില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മൂന്നാമത്, ചില ആളുകൾ സഭയിൽ പോകാത്തത്, അവർക്ക് സഭ വേണ്ട കാര്യം, അവിടെ പ്രസംഗിക്കുന്ന കേൾക്കുന്ന ഏറ്റവും ജ്ഞാനമുള്ള പ്രസംഗങ്ങളെക്കാൾ തങ്ങൾക്ക് ജ്ഞാനമുണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യത്തില്ല, സഭായോഗത്തിന് പോകാനായിട്ട് ഇടയായിത്തീരില്ല. അങ്ങനെ മൂന്ന് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ചിലരങ്ങനെ വിചാരിക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പരസ്പരം എൻകറേജ് ചെയ്യണം, പരസ്പരം ഉത്സാഹിപ്പിക്കണം. ഈ ലോകം എന്ന് പറയുന്നത് മനുഷ്യനെ പരിഹസിക്കാനും നാണം കെടുത്താനും പിന്നെ ഡിസ്കറേജ് ചെയ്യാനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിനകത്ത് നമ്മൾ അങ്ങനെ ആകരുത്. നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പരസ്പരം ഉത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. ഒരാള് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ശരിയായില്ലെങ്കിൽ തന്നെ ആ വ്യക്തിയോട് പറയണം, നന്നായിരുന്നു, ഇനിയും അധികമായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ശരിയായില്ലെങ്കിലും പിന്നെയും കർത്താവ് നന്നായിട്ട് പ്രസംഗിപ്പാൻ സഹായിക്കട്ടെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യാനായിട്ട്
നമ്മൾ ഇടയാകണം. വിശ്വാസത്തിൽ ആരെങ്കിലും ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പിന്മാറ്റത്തിലേക്ക് പോകുന്നെന്ന് നമുക്ക് തോന്നിയാൽ അവരെ കുറ്റം വിധിക്കുകയോ ന്യായം വിധിക്കുകയോ ചെയ്യാതെ അവരെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് ഇടയായി തീരണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ലേഖകൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അവസാനത്തെ വാക്യം പറയുന്നു, നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അന്യോന്യം ഉത്സാഹിപ്പിക്കണം. അന്യോന്യം ഉത്സാഹിപ്പിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അന്നത്തെ കാലഘട്ടത്തിൽ 100 ജീവിച്ചിരുന്ന ആ പ്രിയമുള്ളവരെ ജീവിച്ച കാലഘട്ടത്തെക്കാൾ എത്രയോ അടുത്ത് ഇപ്പോൾ നമ്മൾ രക്ഷയുടെ ദിവസത്തോട് അടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രയധികം പരസ്പരം ഉത്സാഹിപ്പിക്കേണ്ടവരായിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാന ഭാഗങ്ങളിലേക്ക് 10-ാം അധ്യായത്തിന്റെ വരുന്നു. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഞാനൊന്ന് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എൻ്റെ ചിന്ത 1-ാം അധ്യായമോ 2-ാം അധ്യായമോ വായിച്ചപ്പോ നമ്മൾ ഈ വാക്യത്തെക്കുറിച്ച് ആഴമായിട്ട് സംസാരിച്ചതാണ് എന്നാണ്. അപ്പോ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ഇല്ല, ന്യായവിധി മാത്രമേ ഉള്ളൂ. ഈ എബ്രായ ലേഖനത്തിലാണ് ഇത്രയധികം കട്ടിക്ക് ലേഖകൻ സംസാരിക്കുന്നത്. പാപത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഇത്രയധികം സംസാരിച്ചിട്ടുള്ള മറ്റൊരു ലേഖകൻ പുതിയ നിയമത്തിലുണ്ടോ എന്നറിയില്ല. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നത്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവരെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെ ആകട്ടെ സ്ത്രീ ആകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. മരണയോഗ്യനായവനെ കൊല്ലുന്നത് 2-3 സാക്ഷികളുടെ വാമൊഴിയിൽ ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പോ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. 2-3 സാക്ഷികളുടെ അല്ലെ, അതേ അർത്ഥത്തിലാണ് ഇവിടെയും പറയുന്നത്. ന്യായവിധിയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് കൃപയിലാണ്. നമ്മൾ ജീവിക്കുന്നത് ജീവനുള്ള ആത്മാവിന്റെ പ്രമാണത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ മനഃപൂർവ്വം പാപം ചെയ്യാൻ പോകരുത്. മനഃപൂർവ്വം പാപത്തിനകത്ത് ജീവിക്കരുത്. നമ്മളെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തത്തെ നിന്ദ്യമായി കണ്ട് ചവിട്ടിക്കളയാനായിട്ട് പാടില്ല. അത് ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ പാപത്തിന് 3 ഡെഫിനിഷനാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. ഒന്ന്, പാപം എന്ന് പറയുന്നത് യേശു കർത്താവിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നതാണ്. അപ്പോ യേശുവിനെ കാലുകൊണ്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പാപം വിശ്വാസികളെ സംബന്ധിച്ചുള്ളൊരു പാപമാണ്. ഒരിക്കൽ രക്ഷ ആസ്വദിച്ച, രക്ഷ അനുഭവിച്ച ദൈവമക്കൾ പിന്നെയും മനഃപൂർവ്വം പാപത്തിനകത്ത് പോയി കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അത് യേശുവിനെ കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നതിന് തുല്യമാണ്. അത് ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്നതാണ്. ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ടെങ്കിലും ഞാൻ വേഗത്തിൽ പോകട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിൻ ഇസ് ദ ഫെയിലിയർ ടു സീ ദ സേക്രഡ്നെസ് ഓഫ് സേക്രഡ് തിങ്സ്. വിശുദ്ധ കാര്യങ്ങളുടെ വിശുദ്ധിയെ കാണാൻ കഴിയാതെ പോകുന്നതാണ് പാപം എന്ന് പറയുന്നത്.
ഇവിടെ യേശു കർത്താവിന്റെ രക്തമാണ് പുതിയ നിയമത്തിന്റെ, പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തെ അശുദ്ധം എന്ന് പറഞ്ഞ് കളയുന്നത് പാപമാണ് എന്ന് നാം മറന്നു പോകരുത്. 3, സിൻ ഈസ് ആൻ ഇൻസൾട്ട് ടു ദ ഹോളി സ്പിരിറ്റ്. കൃപയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അപമാനിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. നോക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്, നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മളിൽ നമ്മളോട് എന്താണ് ശരി, എന്താണ് തെറ്റെന്താണെന്ന് പറയുന്നുണ്ട്. നാം പാപത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധന ചെയ്യുന്നുണ്ട്. നാം ആത്മീക ഉഴപ്പിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ഉത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ശബ്ദങ്ങളെയെല്ലാം അവഗണിച്ച് മുൻപോട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതും ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതുമാണ് എന്ന് നാം മറന്നു പോകരുത്. അപ്പോ പുതിയ നിയമത്തിൽ പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രമാണം ലംഘിക്കുന്നതിനപ്പുറത്ത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ നശിപ്പിക്കുന്നതാണ്, ദൈവത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതാണ് പാപം എന്ന് പുതിയ നിയമത്തിൽ പറയുന്നത്. പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു ന്യായപ്രമാണ ലംഘനത്തെക്കാൾ അപ്പുറം ഇപ്പോ പാപത്തിന്റെ അളവിന്റെ ഡിഗ്രിക്ക് വർധന വന്നു. അതാ പറഞ്ഞത്, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ ഉടയ്ക്കുന്നത് എന്തെങ്കിലും ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് പാപമാണ്. അതിനെയാണ് ദൈവം പാപം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതാണ് ആ പാപം എന്ന് നാം മറന്നു പോകരുത്. എന്തുകൊണ്ട് അത് ഓർത്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതാണ് പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് എന്ന് നമ്മളെ ലേഖകൻ ഓർപ്പിക്കുകയാണ്. 31 വാക്യം, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ലഭിച്ചാലും, എന്തെല്ലാം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ലഭിച്ചാലും സ്തോത്രം, നാം മറന്നു പോകരുത്, കർത്താവിനെ നിന്ദിക്കരുത്. കർത്താവിന്റെ രക്തത്തെ, നമ്മളെ ശുദ്ധീകരിച്ച രക്തത്തെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തള്ളിപ്പറയരുത്. തള്ളിപ്പറഞ്ഞാൽ ഇവിടെ ലേഖകൻ വിളിച്ചറിയിക്കുകയാണ്, ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. അയ്യോ, ഞാൻ വിചാരിച്ചത് പഴയ നിയമത്തിലേ ഉള്ളൂ. അല്ല, പുതിയ നിയമത്തിനകത്തുമുണ്ട്. സൂക്ഷിക്കണം. കാര്യം, പഴയ നിയമത്തിൽ അക്ഷരങ്ങളായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടബിലിറ്റി കൂടുതലാണ്. അത് നാം മറന്നു പോകരുത്. ഞാൻ വേഗത്തിൽ, നിങ്ങൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 10-ാം അധ്യായം 32 മുതൽ 39 വരെ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭാവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകൾ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും കാലം, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ അത്രേ ആകുന്നത്. ഇവിടെ ലേഖകൻ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം, നിങ്ങൾ പ്രകാശം കണ്ടതിന് ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയും ഒക്കെ എന്ത് ചെയ്തു? ഭവിപ്പാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം എത്രയധികം അവർ കഷ്ടപ്പെട്ടു. ആദിമ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു, അവരുടെ കുഞ്ഞുങ്ങളെ മൃഗങ്ങൾക്ക് മുൻപിൽ ഇട്ടുകൊടുത്തു. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ അവർ കടന്നുപോയി. അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. സ്തോത്രം. ഇതെല്ലാം അവർ അനുഭവിച്ചു. എങ്ങനെ അനുഭവിച്ചെന്നറിയാമോ? അവര് കരഞ്ഞുകൊണ്ടല്ല, വേദനിച്ചുകൊണ്ടല്ല അവർ ചെയ്തത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വളരെ പോരാട്ടം കഴിച്ച് ധൈര്യത്തോടെ ഇതിനകത്തെല്ലാം അവർ നിന്നു. അതാ സ്വതന്ത്രം 35-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ വേദനകളിലൂടെ പോകുമ്പോൾ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, വീട്ടിലെ കിട്ടേണ്ട ഭവനത്തിലെ ആ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, അപഹരിക്കപ്പെട്ടു. സ്വതന്ത്രം പീഡനം സഹിച്ചു. ഇതെല്ലാം സഹിച്ചപ്പോഴും 35-ാം വാക്യം പറയുന്നത്, നിങ്ങൾക്ക് അന്നുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ ധൈര്യം.
നമുക്ക് ഇന്നൊരു മൂക്കിപ്പനി വന്നാൽ നമ്മുടെ ധൈര്യവും പോയി. നമ്മളെ ആരെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ ഇറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പേര് വിളിച്ചാൽ തന്നെ നമ്മുടെ മുഴുവൻ ധൈര്യവും നഷ്ടപ്പെടും. എന്നാൽ ഇവിടെ വീട് പോയി, വസ്തു പോയി, എല്ലാം പോയി, മക്കളും കൂടപ്പെട്ട ഐ മീൻ പ്രിയപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ടവരോട് പറയുക, നിങ്ങൾ അതെല്ലാം സഹിച്ചപ്പോഴും ഭവിച്ചപ്പോഴും വന്നപ്പോഴും അനുഭവിച്ചപ്പോഴും ഒക്കെ നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളോടും ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ മുൻപുള്ള കാലങ്ങളെ നമ്മൾ ഓർക്കണം. എത്ര കഷ്ടങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ വിശ്വാസത്തിൽ വന്നത്. ഇവരൊന്നും അനുഭവിച്ചതിന്റെ 10-1 പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ വിശ്വാസത്തിന്റെ വന്നതിന്റെ പേരിൽ പരിഹാസം കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുണ്ട്, വീട്ടിലെ സമ്പത്തൊന്നും തരാതിരുന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ധൈര്യത്തോടെ അനുഭവിച്ചു. പക്ഷേ ഇന്ന് ആ ധൈര്യം ഉണ്ടോ? ചെറിയ വിഷയം വരുമ്പോൾ നമ്മൾ ആ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പോകാൻ പാടില്ല. ആ ധൈര്യം തള്ളിക്കളയരുതേ. ആ വിശ്വാസം സൂക്ഷിച്ചു കൊള്ളുക. എന്തുകൊണ്ട് ആ വിശ്വാസം സൂക്ഷിക്കണം എന്ന് ചോദിച്ചാൽ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം തള്ളിക്കളയാൻ പാടില്ല. എന്താ കാര്യം? ഇനി വരുവാനുള്ളവൻ വരുന്നു, താമസിക്കുകയുമില്ല. അതുകൊണ്ട് ലേഖകൻ പറയുകയാണ്, വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. എന്താ വാഗ്ദത്തം? ആ വാഗ്ദത്തം എന്ന് പറയുന്നത് രോഗം മാറുമെന്നോ, 2 നില വരുമെന്നോ, ജോലിയിൽ പ്രൊമോഷൻ വരുമെന്നോ ഉള്ള വാഗ്ദത്തമല്ല. ആ വാഗ്ദത്തം 37 പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കേയില്ല. അതുകൊണ്ട് ആമേൻ, നിങ്ങളുടെ സഹിഷ്ണുതയെ പരീക്ഷിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയരുത്, ധൈര്യം തള്ളിക്കളയരുത്. കാരണം നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയല്ല. നമ്മളെ ചേർക്കാൻ വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളതായതുകൊണ്ട് അവൻ സഹിഷ്ണുതയോടെ, സഹിഷ്ണുത പ്രസംഗിക്കാൻ എളുപ്പവും സഹിക്കാൻ പാടുമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് അവൻ സ്തോത്രം, സഹിഷ്ണുതയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സഹിഷ്ണുത തരണേ. സഹിഷ്ണുത ഉണ്ടെങ്കിൽ സിദ്ധത വരും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ വചനമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കാര്യം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു. നമ്മളെ സന്നിധിയിലേക്ക് ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, ഞങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകല്ലേ. അതിനൊരു മഹാപ്രതിഫലമുണ്ടല്ലോ. അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ ദൈവമക്കളും എന്ത് ചെയ്യും? ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.